മഴ പിന്നെയും കൂടിക്കൂടി വരികയാണ്. അടിപൊളി മഴയാണ്, നോൺ സ്റ്റോപ്പ് മഴ. ഇടയ്ക്ക് ഒന്ന് നിൽക്കും, അതിനുശേഷം പൂർവാധികം ശക്തിയോടുകൂടി അടുത്ത മഴ വരും. നമുക്ക് മുകളിലോട്ടാണ് കയറി പോകേണ്ടത്. അവിടെ ഒരു റോഡ് ബ്ലോക്കാണ്, അവിടെ ഒരു വാഴമരം ഒടിഞ്ഞു വീണിട്ടുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞ് മുകളിലോട്ട് കയറിപ്പോയി നോക്കാം. ഒരു രക്ഷയില്ല, ഒന്നും കാണുന്നില്ല. കുറച്ച് നല്ല കുത്തനെയുള്ള കയറ്റമാണ്. ഇത് അവിടെയായിട്ട് വാഴ വീണ് കിടപ്പുണ്ട്. അതിന്റെ മുകളിൽ കണ്ടോ, അങ്ങ് മുകളിൽ അവിടെ വൈറ്റ് ആയിട്ടൊന്ന് കാണുന്നുണ്ട്. അതൊന്ന് ഇറങ്ങിപ്പോയി നോക്കണം, എന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആ കാണുന്ന റോഡിൽ കൂടെയാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. തിരിച്ചങ്ങോട്ട് കയറാൻ പറ്റുമോന്ന് അറിയത്തില്ല. നല്ല സ്ലിപ്പായി കിടക്കുന്ന സ്ഥലമാണ്. അവിടുന്ന് നല്ല വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരുന്നുണ്ട്. അതങ്ങനെ ഈ റോഡ് വഴി താഴോട്ടങ്ങ് പോവുകയാണ്. നമുക്കെന്തായാലും കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് നിന്നിട്ട് വേണം ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി. മഴ പിന്നെയും കൂടിക്കൂടി വരികയാണ്. എല്ലാവരും സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട് മലയുടെ മുകളിൽ നിന്നൊക്കെ ഇറങ്ങി മെയിൻ റോഡിന്റെ സൈഡിലോട്ടൊക്കെ പോയേക്കാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുകയും ഈ റബ്ബർ ടാപ്പിംഗ് ഉള്ള സമയങ്ങളിൽ മാത്രമേ ആളണൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടൊന്നും ആരുമില്ല, ഒരു മനുഷ്യനും ഒന്നും നോക്കത്തില്ല. ഗ്ലാസ് എല്ലാം തുറന്നിട്ടേക്കാം. നമ്മൾ ഇതിന്റെ അകത്ത് ഇരുന്നിട്ട് നിറയെ ഫോഗ് പിടിച്ചു. ഭയങ്കര മഴയായിരുന്നു, പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മഴ. ഇനി നമ്മൾക്ക് എന്തായാലും വണ്ടിയുടെ അകത്ത് തന്നെ കുക്ക് ചെയ്ത് കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാം. പുറത്തോട്ടൊന്നും ഇറങ്ങാനേ പറ്റത്തില്ല. നല്ല ചെളിയാണ്, മുകളിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണ്. നമ്മൾക്ക് ആദ്യത്തെ കുറച്ച് വീഡിയോസുകളൊക്കെ നമ്മൾക്ക് അറിയാവുന്ന തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾക്ക് ക്യാമ്പ് ചെയ്യാം. അതിനുശേഷം നമുക്കൊന്ന് എല്ലാ സെറ്റപ്പുമായിട്ട് ഒന്ന് സെറ്റായതിനു ശേഷം കുറച്ച് ദൂരത്തോട്ടൊക്കെ പോവാം. അതേപോലെ തന്നെ നല്ല മഴയാണ്, അലർട്ടാണ്. പല ഭാഗങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടുപോയി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോഴും നമുക്ക് ഇനി കുക്ക് ചെയ്യാനുള്ള പരിപാടികൾ നോക്കാം. വണ്ടി എല്ലാ ഗ്ലാസും ഓപ്പൺ ചെയ്തിട്ടേക്കാണ്. ഉൾവശം നല്ല തണുപ്പാകട്ടെ, അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങാൻ നേരത്ത് നിറയെ ഫോഗ് പിടിച്ചിട്ട് മൊത്തത്തിൽ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. പക്ഷേ ഈ വണ്ടിയുടെ ഒരു പ്രശ്നം, ഈ ബാക്കത്തെ ഗ്ലാസിന്റെ ഇവിടെ തുരുമ്പ് പിടിക്കുന്നുണ്ട്. ഇതെന്താണെന്ന് നോക്കിയാൽ വണ്ടി ചോരുന്നതല്ല, നമ്മൾ ഇതിന്റെ അകത്ത് കിടക്കുമ്പം ഈ ഫോഗ് പിടിച്ച വെള്ളം ഇതിന്റെ അകത്തോട്ട് തന്നെ ഒഴുകി ഇതിന്റെ പുറകിൽ വന്നിട്ട് അവിടെ സ്റ്റോറായി നിന്നിട്ട് അങ്ങനെ തുരുമ്പ് പിടിക്കുന്നതാണ്. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ മൊത്തം ഫോഗായിരിക്കും. അത് കാരണം എല്ലാ ഗ്ലാസും ഒരു അര ഇഞ്ച് തുറന്നിട്ടിട്ട് വേണം കിടക്കാൻ വേണ്ടി. അല്ലെങ്കിൽ എല്ലാം ക്ലോസ്ഡ് ആണെങ്കിൽ ചിലപ്പോൾ ആള് തട്ടിപ്പോവും. ഞാനെപ്പോഴും 2 ഗ്ലാസ് ഒരു അര ഇഞ്ച് തുറന്നിട്ടാണ് കിടക്കാറ്. അങ്ങനെ കിടക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. ഈ ഗ്ലാസ്സിലൊന്നും ഫോഗ് പിടിക്കത്തും ഇല്ല. നമുക്ക് എന്തായാലും ഇനി അകത്ത് തന്നെ കുക്ക് ചെയ്യാനുള്ള പരിപാടികൾ നോക്കാം. ഈ തുണി വെച്ചേക്കുന്ന കുക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് അധികം ഈ ടേബിളൊക്കെ മോശമാകാതിരിക്കാൻ വേണ്ടിയാണ്. ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും കാരണത്താൽ ഈ ബ്യൂട്ടൈൻ ഗ്യാസ് അത്ര നല്ല സംഭവമൊന്നുമല്ല. തീ പിടിക്കുകയോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തെറിഞ്ഞേക്കുക പുറത്തോട്ട്. വണ്ടി ക്ലോസ് ചെയ്തിട്ടിട്ട് കുക്ക് ചെയ്യരുത്. വെള്ളമൊക്കെ ഓട്ടോമാറ്റിക്കാണ്. നമ്മുടെ വണ്ടിയുടെ വാട്ടർ കപ്പാസിറ്റി 40 ലിറ്ററാണ്. 40 ലിറ്ററുണ്ട്. കുളിക്കാനുള്ള സൗകര്യമുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. ടോയ്ലറ്റുണ്ട്. ഞാൻ 40 ലിറ്റർ വെള്ളം പറഞ്ഞല്ലോ. അപ്പോഴും നമ്മളിവിടെ പൈപ്പ് കൊടുത്തിട്ടുണ്ട്, ടാപ്പ് കൊടുത്തിട്ടുണ്ട്. പ്രഷറൈസ്ഡ് വാട്ടറാണ്. ഇതിൻ്റെ പുറകിലാണ് ഇതിൻ്റെ സ്റ്റോറേജ്. ഇത് ഏകദേശം ഒരു 2 മീറ്റർ നീളത്തിലുള്ള പൈപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പുറത്തോട്ടൊക്കെ ഇരുന്ന് സുഖമായിട്ടിരുന്ന് കുക്ക് ചെയ്യാം. നമുക്കിതിൻ്റെ പുറത്ത് കുറച്ചുകൂടെ ലൈറ്റ് വേണം അല്ലേ? ഒരു ലൈറ്റും കൂടി ഉണ്ട്, അത് നമുക്ക് പുറത്തോട്ട് ഇടാം. ചെറിയൊരു ചാറ്റമഴയുണ്ട്. ഞാനൊരു ലൈറ്റും കൂടി ഓൺ ചെയ്തിട്ടുണ്ട്.
ഇപ്പോഴും നല്ല പുറത്ത് നല്ല അടിപൊളി ലൈറ്റൊക്കെ ഉണ്ട്. പാസ്ത ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ചാറ്റമഴ നല്ലതാണ്. വലിയ ഹെവി ആയിട്ടുള്ള വന്നു കഴിഞ്ഞാൽ ഈ നിലത്തൊക്കെ നല്ല വെള്ളം ഒഴുകും കൂടെ. നമ്മുടെ 2 ലൈറ്റുകൾ പ്യുവർ വൈറ്റ് അല്ല, അതൊരു ചെറിയൊരു ബ്ലൂ കളറുണ്ട് അതിന്. അതാണ് ലൈറ്റിന് ചെറിയൊരു വ്യത്യാസം തോന്നുന്നത്. ഞാൻ നല്ല വൈറ്റ് ആയിരിക്കും എന്ന് വിചാരിച്ച് വാങ്ങിച്ചാണ്. ഇപ്പോൾ നോക്കുമ്പോൾ അതിനകത്തൊരു ബ്ലൂ കളർ വരുന്നുണ്ട്. എന്തായാലും എണ്ണയൊക്കെ കട്ട പിടിക്കാറായി. അത്രയ്ക്ക് തണുപ്പൊന്നും ഇല്ല, എന്നാലും തയ്യാറെടുപ്പൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് സമയം കിട്ടിയപ്പോൾ മൂഡ് വന്നു. നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിങ്ങ് പോകുന്നു. നല്ല ചീവീടും മാക്രിയൊക്കെ കാണുന്നുണ്ട്. മക്രോണി കുറച്ച് വേഗമുണ്ട്, നല്ലപോലെ വേഗണം അത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സുഖമില്ല അത് കഴിക്കാൻ വേണ്ടി. അപ്പോഴും നമ്മൾ ക്യാമ്പിങ് ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് നോക്കേണ്ടത് സേഫ്റ്റിയാണ്. അതുകൊണ്ടാണ് നമ്മളൊരു 4 വീലറിലോട്ട് മാറിയത്. ഇതാകുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം, സുഖമായിട്ട് കിടന്നുറങ്ങാം. സേഫ്റ്റി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ഉറക്കം വരും. ടെൻറ്റിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒച്ച വെക്കുക, അല്ലെങ്കിൽ നമുക്ക് ആ ചുറ്റുപാടൊക്കെ കാണുമ്പോഴേ നമുക്ക് തോന്നും ഇവിടെ അത്ര പന്തിയുള്ള സ്ഥലമല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ രാത്രി ഉറക്കം വരത്തില്ല. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ദിവസം ക്യാമ്പ് ചെയ്താൽ നമ്മൾ 2 ദിവസം പോയി കിട്ടും. അന്ന് ഉറങ്ങാത്തതിൻ്റെ ക്ഷീണമായിരിക്കും അടുത്ത ദിവസം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴും നമുക്ക് എപ്പോഴും നല്ലതൊരു 4 വീലർ ആയിരിക്കും. നമ്മുടെ സാധനങ്ങളൊക്കെ സേഫ്റ്റി ആയിട്ട് ഇതിനകത്ത് വെക്കാം. നമുക്ക് ഇഷ്ടംപോലെ വെള്ളം കൊണ്ട് നടക്കാം, എല്ലാ സാധനങ്ങളും കൊണ്ട് നടക്കാം. പിന്നെ ടാറ്റ നാനോ എനിക്ക് തോന്നുന്ന ഒരാൾക്ക് ഇതിനകത്ത് കിടക്കാൻ പറ്റത്തുള്ളൂ, എനിക്ക് തോന്നിയതാണ് കേട്ടോ. ഫ്രണ്ടിലെ സീറ്റ് ഫോൾഡ് ചെയ്ത് ഇങ്ങോട്ട് വെച്ചാൽ മതി, സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അതും അല്ലെങ്കിൽ ഒരു എയർബഡും കൂടി വാങ്ങിച്ചിരുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കിടന്നുറങ്ങാം. പിന്നെ ഇതൊരു സോപ്പിൻ്റെ പൗഡറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ രാത്രിയിൽ കുറച്ച് സൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചൂടോടുകൂടി കഴിക്കാനാണ്. പെപ്പർ ഇട്ടു ലൈറ്റായിട്ടൊരു കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇടാം. നമുക്കിനി കഴിക്കാൻ നോക്കാം. ഇതിനൊരു പ്രശ്നമെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാമറ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷേക്ക് ആവുന്നുണ്ട്. നമ്മളെ വണ്ടി ടാറ്റ നാനോയൊക്കെ പറയുവാണ്, തരക്കേടില്ലാത്ത വണ്ടിയാണ് കേട്ടോ. നമുക്ക് ഈ ആവശ്യത്തിനൊക്കെ നല്ല അടിപൊളിയാണ്. നമുക്ക് ചെറിയ വിലയിൽ കിട്ടും, നമ്മുടെ കാര്യം നടക്കും. ഇത് വളരെ തുച്ഛമായ പൈസയ്ക്ക് എനിക്ക് കിട്ടിയതാണ്. ഞാൻ പിന്നെ മൊത്തത്തിലെല്ലാം ഒന്ന് തേച്ച് കഴുകി ഒന്ന് റെഡിയാക്കി എടുത്തതാണ്. കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു വണ്ടിക്ക്, കുറച്ച് പണികളൊക്കെ ഞാൻ തന്നെ എടുത്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്യാമറ വെക്കുമ്പം ഈ സംഭവം ഇങ്ങനെ ഷേക്കാവും. നമ്മൾ ചെറുതായിട്ടൊന്ന് ഷേക്കായാലും ഇത് വണ്ടി മൊത്തത്തിൽ നല്ല കുലുക്കമാണ്. നല്ലൊരു സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ വണ്ടി ഈ തരത്തിൽ ഡിസൈൻ ചെയ്തപ്പോൾ അതിൻ്റെതായ ചെറിയൊരു അപകടങ്ങളൊക്കെ ഉണ്ട് ഇതിന്. കൊള്ളാം. ഞാനെപ്പോഴും കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് എരിവില്ല, എന്നാലും തരക്കേടില്ലാത്തൊരു എരിവും പുളിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു രസമുള്ളൂ. വെറൈറ്റി ആയിട്ടുള്ള എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതൊന്ന് ഉണ്ടാക്കി നോക്കും. അതിനുശേഷം നമ്മുടെ രീതിയിലൊന്ന് റീമിക്സ് ചെയ്യും അതിനെ, കുറച്ച് മസാലകൾ അതും ഇതൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ ഒരു വെറൈറ്റി സാധനമാവും. പിന്നെ നമ്മൾ കണ്ടുപിടിച്ചു എന്ന് പറയുകയും ചെയ്യാം. ഒരു പുതിയ ലൈറ്റ് വാങ്ങിച്ചു, 11 LED. നല്ല അടിപൊളി സംഭവമാണ്. ലോങ് ബീമുണ്ട്, അതേപോലെ തന്നെ സ്പ്രെഡ് ആയിട്ടുള്ള ബീമുണ്ട്, അതേപോലെ തന്നെ SOS ഉണ്ട്. അടിപൊളി. ഒരു 2.5-3 മണിക്കൂർ ബാക്കപ്പും ഉണ്ട്. കൊള്ളാം. ക്യാമ്പിങ്ങിനൊക്കെ നല്ല പറ്റിയ സാധനമാണ്.
ആ വെള്ളത്തിൻ്റെ പൈപ്പ് അകത്തോട്ട് എടുത്ത് വെച്ചില്ല. ആനയൊന്നും വരുന്ന സ്ഥലമല്ല കേട്ടോ. ഇനി പുലിയൊക്കെ വന്നാലും നമ്മൾക്ക് വിഷയമുള്ള കാര്യമൊന്നുമില്ല. നല്ല ടാറ്റയുടെ ഒന്നാം തരം പാട്ടയാണ്. മാതിയ പുലിയുടെ നഖം പോകുന്നല്ലാണ്ട്. വണ്ടി നിറച്ച് പാറ്റ കയറിക്കൂടി. ചെറിയ ചെറിയ പാറ്റകൾ. അത്ര തണുപ്പൊന്നുമില്ല. മഴ പെയ്തിപ്പം ജൂൺ മാസം അവസാനം ആകാറായെങ്കിലും എവിടുന്ന് തണുപ്പൊന്നും ആയിട്ടൊന്നുമില്ല. ചില ദിവസങ്ങളിൽ നല്ല തണുപ്പ് വരും. നല്ല ഉറക്കം വരുന്നു. ഇന്ന് മുകളിലൊക്കെ പോയി, ഞാൻ ഉച്ചയ്ക്ക് വന്നതാണ്, മുകളിലൊക്കെ പോയി ചുറ്റിക്കറങ്ങി വന്നപ്പോഴേക്കും ടയർഡായി. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സമയം 6 മണിയായി. നേരത്തെ എണീക്കുമെന്ന് പറയുന്നത് 6 മണിയാണ് സമയം. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. രാവിലെ മഴയാണ് കാണിക്കുന്നത്. ഗൂഗിൾ അമ്മായി പറയുന്നത് രാവിലെ ഇടിവെട്ടോടുകൂടി മഴയാണെന്ന് പറയുന്നത്. നമുക്ക് രാവിലെ പോയേക്കാം. നമ്മൾക്ക് ഇനി തിരിച്ചു പോകേണ്ടത് ഈ വഴിയാണ്. അവിടെ മഹാ ഓഫ് റോഡാണ്. നല്ല മഴ പെയ്യുവാണെങ്കിൽ പണി കിട്ടും. വെള്ളം ഒഴുകുന്നുണ്ടെങ്കിൽ ചിലപ്പം കയറി പോകാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഗ്ലാസ്സിൽ ഇങ്ങനെ ഫോഗ് പിടിക്കും. ഇതിൻ്റെ അകത്ത് കണ്ടോ, മൊത്തം ഫോഗാണ് ഇത്. എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ വെള്ളം ഇങ്ങനെ ഒഴുകി ഇതിൻ്റെ അകത്തൂടെയൊക്കെ പോകും. ഇവിടെ ഒരു പീസുണ്ട്, ഇങ്ങനെ ഒരു പട്ടി വരുന്നുണ്ട് ഉള്ളിൽ ഒരു പീസ്. അത് അത്തേ പോയി തങ്ങിയിരുന്നിട്ട് അത് മൊത്തം തുരുമ്പെടുക്കും. ഞാനവിടെയൊക്കെ ഏറ്റവും വലിയൊരു കംപ്ലൈൻ്റാണത്. ഗൂഗിൾ അമ്മായി പറഞ്ഞത് കറക്റ്റാണെന്നാണ് തോന്നുന്നത്. 6 മണിക്ക് മഴ വരുമെന്ന് പറഞ്ഞു. താഴേന്ന് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. മഴ അവിടുന്ന് പെയ്ത് വരുന്നതാണെന്നാണ് തോന്നുന്നത്. മഴ തുടങ്ങിയിട്ടുണ്ട്. ഇടിവെട്ടോടു കൂടിയ മഴ 6 മണിക്കെന്നാണ് ഗൂഗിൾ അമ്മായി പറഞ്ഞത്. എന്തായാലും ഒരു ചാറ്റമഴ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് പോവാൻ നോക്കാം. നല്ല ശക്തമായിട്ടുള്ള മഴയായിരിക്കും രാവിലെ തന്നെ. കാപ്പിയൊന്നും വെച്ച് കുടിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും